10,000 റുപ്പീസായി എന്താ ചെയ്യുക? പറക്കും. എങ്ങടെ വർക്ക്? ഹായ് ചങ്ങാതീസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോണത്? മണി സേവർ ആണ് കേട്ടോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ. അതായത് ഈ മണി ബാങ്ക് എന്നൊക്കെ പറയും, ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ഞാൻ സൈഡിൽ കൊടുത്തേക്കാം എന്താണെന്നുള്ളത് കേട്ടോ, കാണാത്തവർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. ഇതിപ്പോഴാണോ തിന്നുന്നത്? കുട്ടിപ്പോഴാണോ തിന്നുന്നത്? അങ്ങനെ നമ്മളെ പെട്ടിയും വട്ടിയും ചട്ടിയും കുട്ടിയുമായിട്ട് വന്നിരിക്കുകയാണ്. ഇതാ ഇങ്ങനത്തെ ഒരു ബോക്സാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ നമ്മൾ സാധനങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു കാർഡ്ബോർഡിൻ്റെ ബോക്സില്ലേ, അതൊക്കെ എടുക്കാം കേട്ടോ. ഇതിപ്പോൾ മോൾക്കായതുകൊണ്ട് ഒരു 10,000-ൻ്റെ ഒരു മണി ബാങ്കാണ് ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ചെറിയൊരു പെട്ടി മതി എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് ഞാൻ ഇതൊരു ചെറുത് എടുത്തിരിക്കുന്നത്. പിന്നെ എൻ്റെ കയ്യിൽ വലിയ പെട്ടി ഉണ്ടായിരുന്നില്ല, അതാണ് സത്യം. അപ്പോൾ ഇതാ നമ്മൾ 2 ഷീറ്റും കൂടെ അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്, നമുക്ക് കവർ ചെയ്യാനായിട്ട് കേട്ടോ. നമ്മൾ ഈ ഗിഫ്റ്റൊക്കെ കവർ ചെയ്യില്ലേ, അതേപോലെ നമ്മൾ ഇതൊന്ന് ആദ്യം കവർ ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ഗ്രീൻ കളറ് പേപ്പർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഗം വെച്ചിട്ട് എല്ലാ സൈഡിലും ഒട്ടിച്ചു കൊടുക്കുക. ആദ്യം തന്നെ നമ്മൾ ഫ്രണ്ട് സൈഡ് ഒന്ന് ഗം വെച്ചിട്ട് ചെയ്യുക. എന്നിട്ട് നമ്മളിതാ സൈഡുകളിലും ഇതുപോലെ തന്നെ നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഒട്ടിച്ചു കൊടുക്കുമ്പോൾ എല്ലാ ഭാഗത്തേക്കും പശ ആവുന്നുണ്ടോ എന്നൊന്ന് നോക്കിയിട്ട് ഒട്ടിക്കുക കേട്ടോ. അല്ലെങ്കിൽ അത് നമ്മൾ കുറച്ച് കഴിയുമ്പോഴത്തേനും വിട്ടു പോരും. അപ്പോൾ എന്തായാലും അവരിലെ ഒരു സേവിങ് ഒരു ഹാബിറ്റ് നമ്മൾ വളർത്താൻ പോവുകയാണല്ലോ. അപ്പോൾ അതെന്തായാലും നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ സൈഡൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ദാ ഇങ്ങനെ ഗം വെച്ചിട്ട് തന്നെ നന്നായിട്ട് പ്രസ് ചെയ്തങ്ങ് ഒട്ടിക്കുക കേട്ടോ. അല്ലെങ്കിൽ അത് വിട്ടുപോരും, വിട്ടുപോകുന്നാൽ പിന്നെ പണിയാവും. അപ്പോൾ ഇതാ ഇങ്ങനെ നന്നായിട്ട് പ്രസ് ചെയ്ത് അങ്ങ് ഒട്ടിച്ചെടുക്കുക 2 സൈഡും. കണ്ടോ, ഇപ്പോൾ തന്നെ അത് ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കതിൻ്റെ ബാക്ക് സൈഡും കൂടി ഇപ്പോൾ നമ്മൾ ഈ ചെയ്ത പോലെ തന്നെ നമുക്ക് കട്ട് ചെയ്തിട്ട് വെട്ടി ഒട്ടിക്കാം. അപ്പോൾ ഇതാ ഇങ്ങനെ നമ്മളതിനെ ഏകദേശം ഒരു അളവും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു പോർഷൻ മാത്രം കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഞാൻ എൻ്റെ ചെറുതിലൊക്കെ ഇപ്പോൾ ഈ മണി ബാങ്ക് എന്ന് പറയുന്ന ഇപ്പോഴാണ് ഇതിൻ്റെ വുഡൻ ടൈപ്പ് കുറച്ച് ട്രെൻഡിങ് ആയിട്ട് ഇപ്പോൾ കണ്ടിരുന്നു ഞാൻ. 1 ലാക്കിൻ്റെ ഒക്കെ ഒരു ബോക്സ് 600-700 റുപ്പീസൊക്കെ ഏകദേശം അതിന് റേഞ്ച് വരുന്നുണ്ട് ഞാൻ ഫ്ലിപ്കാർട്ടിലൊക്കെ നോക്കിയപ്പോൾ. അപ്പോൾ അത് കണ്ടിട്ടാണെന്ന് തോന്നുന്നു, ഞാൻ നോക്കുന്നത് കണ്ടിട്ടാണ് ആക്ച്വലി ആമിക്ക് ഇങ്ങനെ ചെയ്യാം എന്നുള്ളൊരു ഐഡിയ വന്നത്. ഓൾറെഡി ആൾ സേവിങ്സ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ ഒരു മണി ബാങ്ക് പോലെ, പിങ്കി ബാങ്ക് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അങ്ങനെ ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആൾക്കും ഒരു ഇൻട്രസ്റ്റ് ആകുമ്പം നല്ലതല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതാ ഇങ്ങനെ നമ്മുടെ ബോക്സ് അപ്പോൾ 4 സൈഡിലും നമ്മൾ ഒട്ടിച്ച് സെറ്റാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതാ ഇതിൻ്റെ ഈ മേൽ ഭാഗത്തായിട്ട് ഈ ക്യാഷ് നമ്മൾ ഇടാനായിട്ട് ജസ്റ്റ് ഒരു ഹോള് നമ്മൾ കുറച്ച് നീളത്തിൽ നമ്മുടെ ക്യാഷ്, അതായത് നമ്മുടെ നോട്ട് നമുക്ക് ഇടാനായിട്ട് പാകത്തിന് ഒരു ഹോള് നമ്മൾ ഇട്ട് കൊടുക്കണം. അതിന് മുമ്പായിട്ട് നമുക്ക് നമ്മുടെ ക്യാഷ് നമ്മളിങ്ങനെ കുറച്ച് കോളം റോസൊക്കെ വരച്ചിട്ട് നമ്മളിങ്ങനെ 100, 500, 20, 30 അങ്ങനെ നമ്മൾ എത്രയാണോ റുപ്പീസ് വിചാരിക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള ഡിനോമിനേഷൻസ് നമ്മൾ ആദ്യം തന്നെ ഒന്ന് റഫായി ചെയ്ത് നോക്കിയതിന് ശേഷം നമുക്ക് കറക്റ്റായിട്ട് പേപ്പറിലേക്ക് വരയ്ക്കാം കേട്ടോ. ഞാൻ 7 റോയും 8 കോളമാണ് എടുത്തിരിക്കുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ അത് കറക്റ്റായിട്ട് നമുക്ക് ഒരളവിൽ തന്നെ ഇങ്ങനെ വരച്ച് എടുക്കാം. 10,000 റുപ്പീസിൻ്റെയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. എൻ്റെ ചെറുതിലെ ഈ കുടുക്ക, അതായത് മൺകുടുക്ക ഉണ്ടായിരുന്നു. മൺകുടുക്ക ഈ തേങ്ങയില്ലേ, തേങ്ങ കരിക്ക്, തേങ്ങ നാളികേരം, അതിൻ്റെയും അതുപോലെ തത്തയുടെയൊക്കെ ഷേപ്പിൽ മണ്ണ് കൊണ്ടുണ്ടാക്കിയ കുടുക്കകൾ വരുമായിരുന്നു കേട്ടോ. അതായത് ഞാനിപ്പോൾ ആമി ഇപ്പോൾ 2ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ആ ഒരു സമയത്തൊക്കെ എൻ്റെ വീടിൻ്റെ അതിലൊക്കെ അങ്ങനെ പോയിരുന്നു. ഞാനങ്ങനെ വാങ്ങിച്ചിരുന്നു. എനിക്ക് എൻ്റെ ഒരു ഓർമ്മയിൽ അങ്ങനെ ഉണ്ട്. മൺകുടുക്ക, നമ്മൾ മൺചട്ടിയൊക്കെ പോലെ തന്നെ മണ്ണുകൊണ്ടുണ്ടാക്കിയ കുടുക്കകൾ ഇതുപോലെ വരുമായിരുന്നു. എൻ്റെ കയ്യിൽ തത്തയും അതുപോലെ തന്നെ തെങ്ങിൻ്റെയും ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു ഒരു വാട്ടർ ടാങ്കിൻ്റെ കുടുക്കയും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നത്. പിന്നെ അതായി കുറേ നാളത്തേക്ക്. ഇപ്പോഴും അതൊക്കെ ഉണ്ട്. പിന്നെ പോസ്റ്റ് ബോക്സിൻ്റെ ഒരു മോഡലിലൊക്കെ കുടുക്കകൾ ഇറങ്ങിയിരുന്നു. മോഡേൺ വെർഷനാണ് ഈ പിങ്കി ബാങ്ക്. അപ്പോൾ നമ്മളിതാ 10,000 റുപ്പീസിൻ്റെ ഡിനോമിനേഷൻസും കാര്യങ്ങളൊക്കെ എഴുതി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതാ
ഇങ്ങനെ ഇനി അതിലേക്കുള്ള ആ ഒരു ഹോളും കൂടെ നമ്മൾ വരച്ചു കൊടുത്തതിന് ശേഷം ബ്ലേഡ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ബ്ലേഡ് വെക്കുമ്പോൾ സൂക്ഷിക്കുക, ഇതൊന്നും കൊച്ചുങ്ങളെ കൊണ്ട് ചെയ്യിക്കാനായിട്ട് നോക്കരുത്. ഒട്ടിക്കലും വെട്ടലും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അവർ ചെയ്യുമായിരിക്കും, പക്ഷേ ഈ കത്തി ഉപയോഗിച്ചിട്ടുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കുട്ടികളുടെ അടുത്തേക്ക് കൊണ്ടുവരാതെ പാരൻസ് ശ്രദ്ധിക്കുക കേട്ടോ. നമ്മളിതവിടെ വെക്കുന്ന നേരം കൊണ്ടും അവരെടുക്കും. അപ്പോൾ അത് നമ്മൾ നമ്മുടെ കയ്യകലത്തിൽ തന്നെ വെച്ചേക്കാം കേട്ടോ. അപ്പോൾ അത് അങ്ങനെ നമ്മുടെ കുടുക്ക സെറ്റായിട്ടുണ്ട്. അപ്പോൾ ആമി തന്നെയാണ് ആദ്യം ഉദ്ഘാടനം ചെയ്യുന്നത്. 100 റുപ്പീസ് ഇതങ്ങനെ ഈ പിങ്കി ബാങ്കിൽ ആമി ഫസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാ കണ്ടോ, 100 റുപ്പീസാണ് ഫസ്റ്റ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനുള്ള ആ 100 എന്നുള്ള സംഭവം വെട്ടിക്കളയണം. അതുപോലെ 20 റുപ്പീസ് ഉണ്ട്, 50 റുപ്പീസ് ഉണ്ട്, കണ്ടോ 30 ഉണ്ട്, 100 ഉണ്ട്, 40 ഉണ്ട്, 60 ഉണ്ട്, 50 ഉണ്ട്, 500 ഉണ്ട്, 1000 ഉണ്ട്. അങ്ങനെ പല റേഞ്ച് ഓഫ് എമൗണ്ട്സ് ഉണ്ട്. അതെല്ലാം കൂടി കൂട്ടുമ്പോൾ നമുക്ക് മണി ബാങ്ക് ഉണ്ടാക്കിയിട്ട് ഹാപ്പി ആയാ. ഇനി അതിൽ പൈസയ്ക്ക് ഇടുവോ? 10,000 റുപ്പീസ് ആയാൽ എന്താ ചെയ്യുക? പറക്കും. എങ്ങടെ വർക്ക്? വാട്ട് ഈസ് യുവർ വിഷ്? അങ്ങനെയൊന്നുമില്ല. ഫ്ലൈ ചെയ്യും, പ്ലെയിനിൽ പോവും. എന്തത്ര ആഗ്രഹം പ്ലെയിനിൽ പോകാൻ? കാരണം ഞാൻ ജീവിതത്തിൽ പോയിട്ടില്ല. ശുചി, എന്തായാലും ഇത് 10,000 റുപ്പീസ് ആകുമ്പോൾ നമുക്ക് ഫ്ലൈ ചെയ്യാം. ഓക്കെ. ആളുടെ ആഗ്രഹം കേട്ട് ചെറുതായിട്ട് ഞാനൊന്ന് ഞെട്ടിപ്പോയി, എങ്കിലും നമുക്ക് നോക്കാം 10,000 റുപ്പീസ് ആകുമോ എന്ന്. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ.